അസ്സലാമു അലൈക്കും. നബിദിന കഥ. നബിദിനത്തിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള ചെറിയ കഥകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകനും വൃദ്ധയും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ആ വൃദ്ധയോട് പറഞ്ഞു, "ആ ഭാരച്ചുമട് ഇങ്ങോട്ട് തരൂ, ഞാൻ ഇത് ചുമന്നുകൊള്ളാം." വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് പ്രവാചകന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. പ്രവാചകനോട് പറഞ്ഞു, "ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു. അവൻ ആളുകളെ ഒക്കെ വഴിപിഴപ്പിക്കുകയാണ്. മോനെ പോലുള്ള യുവാക്കൾ അവന്റെ പിടിയിൽ അകപ്പെടരുത്." തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും പ്രവാചകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവൾക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് പേര് ചോദിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു, "താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്." ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നല്ല രസമുള്ള കഥയാണ്. ഒരിക്കൽ സൈനബ് എന്ന ഒരു സ്ത്രീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു. സമ്മാനം കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും സന്തോഷത്തോടെ അത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി തങ്ങൾ, "ആരും ഇത് ഭക്ഷിക്കരുത്, എല്ലാവരും കൈകൾ ഉയർത്തുക, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്" എന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, "നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ?" "ഉണ്ട്," അവൾ മറുപടി പറഞ്ഞു. "എന്തിനാണ് നീ ഇതിൽ വിഷം കലർത്തിയത്?" നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു. "താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഇതിൽ വിഷമുള്ളത് താങ്കൾ അറിയും, അതിനെ പരീക്ഷിക്കാനാണ്," അവൾ കൂസലില്ലാതെ പറഞ്ഞു. "ശരി ശരി, ഈ ഇറച്ചിക്കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന്, അതുകൊണ്ട് നീ പൊയ്ക്കോ." നബി തങ്ങൾ അവൾക്ക് മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദര സുദിനത്തിൽ ഞാൻ ഒരു കഥ പറയാം. അങ്ങ് പുണ്യമദീനത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷഗണങ്ങളിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ഏത് സമയത്തും ആ അധരങ്ങൾ സ്വലാത്ത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. ജൂത ജനതയ്ക്ക് ഇതത്ര പിടിച്ചിരുന്നില്ല. കാട്ടിൽ നിന്ന് വിറകു വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റാണ് ആ സ്വഹാബി ജീവിച്ചിരുന്നത്. ഒരു ദിവസം സ്വഹാബി വിറക് വെട്ടാൻ കാട്ടിൽ പ്രവേശിച്ചതും ജൂത കിങ്കരന്മാർ അദ്ദേഹത്തെ വളഞ്ഞു. "മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിയുമെടാ" എന്ന് ആക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് സ്വഹാബി തിരുസന്നതിയിലെത്തി. തന്റെ നാവ് മുറിഞ്ഞു പോയതോർത്തല്ലായിരുന്നു ആ സ്വഹാബിയുടെ സങ്കടം. ഇനി എങ്ങനെ ഞാൻ തിരുനൂറിന്റെ മേൽ സ്വലാത്ത് ചെല്ലും എന്നോർത്തായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ശേഷം അല്പം ഉമിനീർ പുരട്ടി ആ വിശുദ്ധ നാവ് അവിടെ ഉറപ്പിച്ചു കൊടുത്തു. ഇനിയും തിരുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയുമല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ സഹാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാ പിന്നെ സ്വലാത്തിലൂടെ നമുക്കും തിരുനബിയിലേക്ക് അടുക്കാം, അല്ലേ കൂട്ടുകാരെ? എന്നാ ശരി, അസ്സലാമു അലൈക്കും.